വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇൻഷാല്ലാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എന്താണ് ടെൻസ് എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് ക്ലാസ്സിൽ പറയുന്നത് ടെൻസ് എന്താണ്, അതിന് ടെൻസിന് എത്ര വിഭാഗമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളൊരു പെട്ടിക്കോളം കാണുന്നുണ്ടാവും, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൻ്റെ ഇടത് സൈഡിലായിട്ട് എന്താണ് ബോൾഡാക്കിയിട്ട് എന്താണ് സിമ്പിൾ, പ്രോഗ്രസീവ്, പെർഫെക്റ്റ് പ്രോഗ്രസീവ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇനി നേരെ താഴോട്ട് വരിക, ഒരു ബോർഡ് കാണുന്നില്ലേ? അപ്പോൾ ബോർഡിൽ പറയുന്ന കാര്യമാണെന്ന് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ ബോർഡിൽ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക. വെർബ് ടെൻസ് ടെൽസ് യു വെൻ ദ ആക്ഷൻ ഹാപ്പൻസ്. വെർബ് ടെൻസ് ടെൽസ് യു വെൻ ദ ആക്ഷൻ ഹാപ്പൻസ്. പ്രവർത്തനം എപ്പോഴാണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങളോട് എന്ത് പറയും? വെർബ് ടെൻസ് പറയും. വെർബ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നതിനെ പറയുന്നതിനെയാണ് എന്ത്? വെർബ് ടെൻസ് എന്ന് പറയുന്നത്. മാങ്ങ തിന്നു എന്ന് പറഞ്ഞാൽ ആ തിന്ന പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്, അതിനെ എന്ത് പറയും? വെർബ് ടെൻസ് എന്ന് പറയും അല്ലേ. ആ ഒരു പ്രവൃത്തി സംഭവിക്കുന്നത്. നീ മാങ്ങ തിന്നു, മാങ്ങ തിന്നുന്നു. അപ്പോൾ മാങ്ങ തിന്നും എന്ന് പറയുന്നതൊക്കെ എന്താണ്? പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ആ പ്രവർത്തനം സംഭവിക്കുന്നത് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്? എന്താണ്? കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത്. മാങ്ങ തിന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത്. ഈ മാങ്ങ തിന്നുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാങ്ങ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നത്. പിന്നെ മാങ്ങ തിന്നും, അതായത് ഇനി ഭാവിയിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇതായിട്ട് മാങ്ങ തിന്നും എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഓരോ സമയങ്ങളെ കുറിച്ച് പറയുന്നതാണ് അല്ലേ. ഒരു സമയം എന്താണ്? സമയം എന്ന് പറഞ്ഞാൽ ഇന്നലെ, ഇന്ന്, നാളെ അല്ലേ. ഇത് സമയങ്ങളിൽ വെർബ് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ സമയങ്ങളിലാണ് വെർബ് സംഭവിക്കുക. ഒന്നുകിൽ ഇന്നായിരിക്കും ആ പ്രവൃത്തി സംഭവിച്ചത്, അല്ലെങ്കിൽ ഇന്നലെ ആയിരിക്കും പ്രവൃത്തി സംഭവിച്ചത്, അല്ലെങ്കിൽ നാളെയാവും പ്രവൃത്തി സംഭവിക്കാനുള്ളത്. അപ്പോൾ പ്രവർത്തനം എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് അതിനെയാണ് എന്താ പറയുക? വെർബ് ടെൻസ് എന്ന് പറയാം. മനസ്സിലായില്ലേ? വെർബ് ടെൻസ് ടെൽസ് യു വെൻ ദ ആക്ഷൻ ഹാപ്പൻസ്. എപ്പോഴാണ് പ്രവൃത്തി സംഭവിക്കുന്നത് എന്നതിനെയാണ് എന്നതിനെ കുറിച്ചാണ് വെർബ് ടെൻസ് എന്ന് പറയുന്നത്. ദർ ആർ 3 മെയിൻ വെർബ്സ് ടെൻസസ്: പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ പ്രധാനമായും എത്ര ടെൻസുകളാണുള്ളത്? 3 വെർബ് ടെൻസുകളാണുള്ളത്. പ്രധാനമായും 3 വെർബ് ടെൻസുകളാണ് ഉള്ളത്. 1 പ്രസൻറ്റ്, 2 പാസ്റ്റ്, 3 ഫ്യൂച്ചർ. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, അതിനാണ് എന്താ പറയുക? പ്രസൻറ്റ് എന്ന് പറയാം. ഇനി ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? അത് പാസ്റ്റായി അല്ലേ. ഞാൻ ചോറ് തിന്നുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ ചോറ് തിന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞു പോയതാണ്. ആ തിന്നു എന്ന് പറഞ്ഞാൽ തിന്നു കഴിഞ്ഞിട്ടാണ് എന്ത് തിന്നു എന്ന് പറയാം അല്ലേ. ഇനി ചോറ് തിന്നും എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ തിന്നിട്ടില്ല, ഇന്നലെ തിന്നിട്ടില്ല, ഇനി തിന്നും എന്നാണ് പറയുന്നത് അല്ലേ. ഇനി നാളെ മറ്റന്നാളായിട്ട് തിന്നും എന്നാണ് പറയുന്നത്, അതിൽ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഫ്യൂച്ചർ എന്ന് പറയാം. അപ്പോൾ എന്താണ്? പ്രവർത്തനങ്ങൾ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് എന്ത് പറയുക? വെർബ് ടെൻസ് എന്ന് പറയുക. ഈ വെർബ് ടെൻസ് 3 രീതിയിലാണ് ഉണ്ടാവുക. 1 പ്രസൻറ്റ്, 2 പാസ്റ്റ്, 3 ഫ്യൂച്ചർ. ഇനി അടുത്ത ബോർഡ് നോക്കാം. ഈച്ച് മെയിൻ ടെൻസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു സിമ്പിൾ, പ്രോഗ്രസീവ്, പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസസ്. അപ്പോൾ ഓരോ 3 പ്രധാനപ്പെട്ട ടെൻസുകളും 4 രീതിയിൽ വരാം. അപ്പോൾ ഓരോ ടെൻസും, അതായത് പ്രസൻറ്റിന് പ്രസൻറ്റ് 4 വിഭാഗം ഉണ്ടാവും, പാസ്റ്റിന് 4 വിഭാഗം ഉണ്ടാവും, ഫ്യൂച്ചറിനും 4 വിഭാഗം ഉണ്ടാവും. അപ്പോൾ ടെൻസ് എന്ന ഒരു കഥ മോഡൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ടെൻസ് എന്ന അച്ഛൻ എന്തുണ്ട്? 3 മക്കളുണ്ട്. ടെൻസ് എന്ന അച്ഛന് 3 മക്കളുണ്ട്. ഒരു മകൻ്റെ പേരാണ് പ്രസൻറ്റ്, മറ്റൊരു മകൻ്റെ പേരാണ് പാസ്റ്റ്, മറ്റൊരു മകൻ്റെ പേരാണ് ഫ്യൂച്ചർ. അപ്പോൾ പാസ്റ്റിന് എത്ര മക്കളുണ്ട്? 4 മക്കളുണ്ട്. ഏതൊക്കെ? സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ
പ്രസൻറ്റ് പ്രോഗ്രസീവ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പെർഫെക്റ്റ് പ്രോഗ്രസീവ്. ഓക്കെ. ഇനി പാസ്റ്റും അതുപോലെ 4 മക്കളിൽ എന്ത്? സിമ്പിൾ പാസ്റ്റ്, അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് പ്രോഗ്രസീവ്, പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ്, പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിന് 4 മക്കളുണ്ട്. ഒന്നാമത്തത് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ, രണ്ടാമത്തത് ഫ്യൂച്ചർ പ്രോഗ്രസീവ്, മൂന്നാമത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ്, നാലാമത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് പ്രോഗ്രസീവ്. ഈ പ്രോഗ്രസീവിനെ എന്ത് കണ്ടിന്യൂസ് എന്ന് പറയും. എന്താണ് ചിലപ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയുന്നത് ചിലപ്പം എന്താണ് സിമ്പിൾ പ്രോഗ്രസീവ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് എന്ന് കാണാൻ കഴിയും. ചിലപ്പോൾ എങ്ങനെയും കാണാൻ സാധിക്കും സിമ്പിൾ കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം അല്ലേ. സിമ്പിൾ കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന രീതിയിലും കാണാൻ കഴിയും. പക്ഷേ നമ്മൾ ഈ പുസ്തകത്തിൽ എന്താണ് പ്രോഗ്രസീവ് എന്ന രീതിയാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പറഞ്ഞതാണ്. വിശദമായിട്ട് ഇനി വരുന്ന ക്ലാസ്സുകൾ പഠിക്കും എന്ന് തന്നെ ഇതിൻ്റെ അടുത്ത പേജിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റ് നോക്കുക, ഇവിടെ നോക്കുക. പ്രസൻറ്റ് അതിൻ്റെ താഴെ എത്ര 4 കോളങ്ങളുണ്ട്. പാസ്റ്റിൻ്റെ താഴെ 4 കോളങ്ങളുണ്ട്. ഫ്യൂച്ചറിന് താഴെ 4 കോളങ്ങളുണ്ട്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഉദാഹരണം എന്താണ്? ഫിനിഷ്. ഇനി പ്രസൻറ്റ് പ്രോഗ്രസീവിൻ്റെ ഉദാഹരണം എന്താണ്? ഐ ആം അല്ലെങ്കിൽ ഈസ് ആർ ഫിനിഷിങ്. അതായത് ഐ ആം ഫിനിഷിംഗ് എന്ന് പറയാം, ഹീ ഈസ് ഫിനിഷിംഗ് എന്ന് പറയാം, ദേ ആർ ഫിനിഷിംഗ് എന്ന് പറയാം. ഓക്കെ. ഇനി പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ്, ഐ ഹാവ് ഫിനിഷ്ഡ്, ഷീ ഹാസ് ഫിനിഷ്ഡ് എന്നും പറയാം. ഇനി അടുത്തത് പെർഫെക്റ്റ് പ്രോഗ്രസീവ്, പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ്. അതായത് ഐ ഹാവ് ബീൻ ഫിനിഷിങ്, ഷീ ഹാസ് ബീൻ ഫിനിഷിങ്, അങ്ങനെ പറയാം. ഇനി അടുത്തത് പാസ്റ്റിൻ്റെ ഉദാഹരണം നോക്കുക. എന്താണ്? സിമ്പിൾ പാസ്റ്റ് ഉദാഹരണം ഫിനിഷ്ഡ്, ഐ ഫിനിഷ്ഡ്. ഇനി സിമ്പിൾ പ്രോഗ്രസീവ് പാസ്റ്റ് പ്രോഗ്രസീവിൻ്റെ എന്താണ്? ഹി വാസ് ഫിനിഷിങ്, ദേ വേർ ഫിനിഷിങ്. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ഉദാഹരണം ഹാഡ് ഫിനിഷ്ഡ് എന്നാണ്. അങ്ങനെ ഓരോന്നിൻ്റെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിലാണ് ഇതിൻ്റെ കൂടുതൽ വിവരണങ്ങൾ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോളം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഇതുപോലുള്ള കോളം ഒരു ചാർട്ടിൽ എഴുതിയിട്ട് നിങ്ങൾ